എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരാളെ കുറിച്ചാണ്. പുള്ളിയുടെ പേര് കേട്ടാൽ ഇന്നും യൂറോപ്പിലെ പഴയ കോട്ടമതിലുകൾ വരെ ഒന്ന് വിറയ്ക്കും. നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഇതിപ്പോ ഇതിന് എത്ര വലിയ കാര്യമായിട്ട് പറയുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. അങ്കമാലി ടൗണിൽ വണ്ടി ബ്ലോക്കിൽ കിടക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു തിരക്കില്ലേ, ആ ഒരു തിരക്കിനിടയിൽ നിൽക്കുന്ന ഒരാൾക്ക് നാളെ ലോകം മൊത്തം ഭരിക്കണമെന്ന് തോന്നിയാൽ എങ്ങനെയുണ്ടാവും? അത് തന്നെയായിരുന്നു ഇയാളുടെ അവസ്ഥ. വെറും ഒരു സാധാരണക്കാരൻ, പക്ഷെ സ്വപ്നങ്ങൾ കണ്ടത് ആകാശത്തോളമായിരുന്നു. ചിലർ പറയും അയാൾ ക്രൂരനാണെന്ന്, ചിലർ പറയും അയാൾ വീരനാണെന്ന്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അയാൾ എങ്ങനെയാണ് നെപ്പോളിയൻ ആയത് എന്നാണ്. അപ്പൊ നേരെ കഥയിലേക്ക് കടക്കാം. നമുക്ക് 1769 ഒന്ന് പോകാം. സ്ഥലം കോർസിക്ക. ഇതൊരു ചെറിയ ദ്വീപാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും പണി പാളി നിൽക്കുന്ന സമയമായിരുന്നു അത്. കാരണം ഫ്രഞ്ചുകാർ ആ ദ്വീപ് അങ്ങ് പിടിച്ചടക്കി. അവിടെയാണ് നമ്മുടെ നെപ്പോളിയൻ ജനിക്കുന്നത്. കാർലോ ബോണപ്പാർട്ട് എന്നും ലറ്റീഷ എന്നും പേരുള്ള ദമ്പതികളുടെ രണ്ടാമത്തെ മകൻ. സത്യം പറഞ്ഞാൽ ജനിച്ചപ്പോൾ തൊട്ടേ പുള്ളിക്ക് ഫ്രഞ്ചുകാരെ അങ്ങോട്ട് പിടുത്തമില്ലായിരുന്നു. കാരണം തന്റെ നാടിനെ അടിമയാക്കിയവരോട് ആർക്കെങ്കിലും സ്നേഹം തോന്നുമോ? പുള്ളി ഒരു കടുത്ത കോർസിക്കൻ ദേശീയവാദി ആയിരുന്നു. വീട്ടിലെ അവസ്ഥ പറയുകയാണെങ്കിൽ അത്ര വലിയ കാശുകാരനൊന്നുമല്ല. 8 മക്കളുണ്ട് പുള്ളിയുടെ അമ്മയ്ക്ക്. പക്ഷെ ആ അമ്മ ഒരു പുലിയായിരുന്നു. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ കട്ട ഡിസിപ്ലിൻ. നെപ്പോളിയൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അമ്മയുടെ ആ ശീലങ്ങളാണ് എന്നെ ഒരു മനുഷ്യനാക്കിയത് എന്ന്. നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ, അമ്മമാരുടെ തല്ല് കിട്ടി വളർന്നാലേ ഗുണമുണ്ടാകുമെന്ന്. അത് നെപ്പോളിയന്റെ കാര്യത്തിൽ അക്ഷരപ്രതി ശരിയായിരുന്നു. കളിയാക്കലുകൾ നേരിട്ട കാലം. 9ാമത്തെ വയസ്സിൽ ഈ കൊച്ചു പയ്യൻ തന്റെ നാട് വിട്ട് ഫ്രാൻസിലേക്ക് പഠിക്കാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭാഷ അറിയില്ല, കൂട്ടുകാരില്ല, തനി നാട്ടുമ്പുറത്തുകാരനായ ഒരു പയ്യൻ പാരീസിലെ വലിയ മിലിറ്ററി സ്കൂളിൽ ചെല്ലുന്നു. അവിടുത്തെ പിള്ളേരൊക്കെ വലിയ പണക്കാരുടെ മക്കളാണ്. ഇവർ നെപ്പോളിയനെ വല്ലാതെ കളിയാക്കുമായിരുന്നു. ഇയാളുടെ കോർസിക്കൻ ശൈലിയുള്ള ഫ്രഞ്ച് കേട്ട് അവർ ചിരിക്കും. പുള്ളിക്ക് ആകെ ദേഷ്യം വരും. പക്ഷെ പുള്ളി അവരോട് തല്ലുകൂടാൻ പോയില്ല. പകരം അയാൾ ചെയ്തെന്താണെന്നോ, പുസ്തകപ്പുഴുവായി അങ്ങ് മാറി. ഹിസ്റ്ററിയും മാത്സുമായിരുന്നു പുള്ളിയുടെ മെയിൻ. പീരങ്കി എവിടെ വെച്ചാൽ കറക്റ്റായിട്ട് കൊള്ളുമെന്ന് പുള്ളി പണ്ടേ കണക്കുകൂട്ടി പഠിച്ചു. സ്നോബോൾ ഫൈറ്റ്, അതായത് മഞ്ഞുകട്ട കൊണ്ടുള്ള കളിയില്ലേ, അത് നടക്കുമ്പോൾ പോലും ഒരു യുദ്ധം പ്ലാൻ ചെയ്യുന്ന പോലെയാണ് നെപ്പോളിയൻ ചെയ്തിരുന്നത്. അവിടെയുള്ളവർ അറിഞ്ഞില്ല ഇവൻ മഞ്ഞുകട്ട കൊണ്ടല്ല, നാളെ പീരങ്കി ഉണ്ടകൾ കൊണ്ട് കളി തുടങ്ങാൻ പോകുന്നവനാണെന്ന്. പഠനം കഴിഞ്ഞ് പുള്ളി ആർമിയിൽ സെക്കൻഡ് ലഫ്റ്റനന്റായി. ശമ്പളം വളരെ കുറവ്. ആ കാശ് കൊണ്ട് സ്വന്തം അനിയനെ പഠിപ്പിക്കണം, വീട്ടിലേക്ക് അയക്കണം. ചില ദിവസങ്ങളിൽ പുള്ളിക്ക് ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റിയുള്ളൂ. ആ കഷ്ടപ്പാടാണ് പുള്ളിയെ കരുത്തനാക്കിയത്. അപ്പോഴാണ് ഫ്രാൻസിൽ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ മുദ്രാവാക്യങ്ങൾ ഫ്രാൻസിനെ ഇളക്കിമറിച്ചു. രാജാവിനെ ജനങ്ങൾ പിടിച്ച് ജയിലിലിട്ടു. നാട് മൊത്തം അരാജകത്വം. ഈ ബഹളത്തിനിടയിൽ നെപ്പോളിയൻ തന്റെ അവസരം നോക്കി നിൽക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, ചാകര വരുമ്പോൾ വല വീശണമെന്ന്. നെപ്പോളിയൻ കാത്തിരുന്നത് ആ ചാകരയ്ക്കായിരുന്നു. ഫ്രാൻസിലെ ആ വലിയ വിപ്ലവം നെപ്പോളിയൻ എന്ന സാധാരണക്കാരനെ ചരിത്രത്തിലെ അസാധാരണക്കാരനാക്കി മാറ്റാൻ പോകുന്ന നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ ഇരിക്കെയാണ് 1793 ടൂലോൺ എന്ന സ്ഥലത്ത് ബ്രിട്ടീഷ് സേന തമ്പടിക്കുന്നത്. ഫ്രാൻസിനെ സംബന്ധിച്ച് അതൊരു വലിയ ഭീഷണിയായിരുന്നു. അവിടെയാണ് നമ്മുടെ നെപ്പോളിയൻ തന്റെ ആദ്യത്തെ മാസൻട്രി നടത്തുന്നത്. വെറും ഒരു 24-കാരൻ പയ്യൻ എങ്ങനെയാണ് വൻ ശക്തിയായ ബ്രിട്ടീഷ് നാവികസേനയെ വിറപ്പിച്ചത്, അത് വെറും പീരങ്കികൾ ഉപയോഗിച്ച്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ സിനിമയിൽ നടക്കുന്നതാണെന്ന്. പക്ഷെ ഇത് നടന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, നേരം വെളുക്കുമ്പോഴേക്കും ഭാഗ്യം തെളിയുമെന്ന്. നെപ്പോളിയന്റെ കാര്യത്തിൽ ആ ഭാഗ്യം തെളിയുന്നത് 1793 ഫ്രാൻസ് ആകെ കലുഷിതമായി നിൽക്കുന്ന സമയം. രാജാവിനെ തൂക്കിക്കൊന്നു. പള്ളിക്കാരും നാട്ടുകാരും തമ്മിൽ അടി. ഇതിനിടയിൽ അയൽപക്കത്തുള്ള രാജ്യങ്ങൾ ഫ്രാൻസിനെ ആക്രമിക്കാൻ നോക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥ. ടൂളോൺ എന്ന് പറയുന്ന ഒരു തുറമുഖ നഗരമുണ്ട്. അവിടുത്തെ ചില തദ്ദേശവാസികൾ വിപ്ലവകാരികളെ എതിർക്കാൻ വേണ്ടി ഇംഗ്ലീഷുകാരെയും സ്പെയിൻകാരെയും അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി. ബ്രിട്ടീഷ് നാവികസേന അവിടെ തമ്പടിച്ചു. ഫ്രാൻസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ നാണക്കേടാണ്, ഭീഷണിയാണ്. ഫ്രഞ്ച് സൈന്യം അവിടെയുണ്ട്, പക്ഷെ അവർക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവുമില്ല. അന്നത്തെ അവരുടെ മേജർക്ക് പരിക്കേറ്റു. അവിടെയാണ് നമ്മുടെ ഹീറോ സീനിലേക്ക് വരുന്നത്. വെറും ഒരു ക്യാപ്റ്റനായിരുന്ന നെപ്പോളിയനെ പീരങ്കിപ്പടയുടെ ചുമതല ഏൽപ്പിച്ചു. അവിടെയാണ് പുള്ളി തന്റെ ബുദ്ധി ഉപയോഗിച്ചത്. പീരങ്കികൾ വെറുതെ വെടിവെക്കുകയല്ല വേണ്ടത്, എവിടെ വെച്ചാൽ കറക്റ്റായിട്ട് ഇംഗ്ലീഷ് കപ്പലുകൾ മുങ്ങും എന്ന് പുള്ളി കൃത്യമായി പ്ലാൻ ചെയ്തു.
പീരങ്കികൾ ഉറപ്പിക്കാൻ പുള്ളി തിരഞ്ഞെടുത്ത സ്ഥലം കണ്ടപ്പോൾ മുകളിലുള്ള ഓഫീസർമാരൊക്കെ പുച്ഛിച്ചു. ഇവൻ എന്താ ഈ കാണിക്കുന്നത് എന്നായിരുന്നു അവരുടെ ചോദ്യം. പക്ഷെ നെപ്പോളിയൻ കുലുങ്ങിയില്ല. രാത്രിയെന്നോ പകലൊന്നും ഇല്ലാതെ പുള്ളി പീരങ്കികൾക്ക് ഒപ്പം നിന്നു. ഉറക്കം പോലും വേണ്ടെന്ന് വെച്ചു. ഒടുവിൽ പുള്ളി പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് വെടി പൊട്ടിയപ്പോൾ എന്റെ പൊന്നോ, ബ്രിട്ടീഷ് കപ്പലുകൾ ഒന്നൊന്നായി കത്താൻ തുടങ്ങി. അവർക്ക് അവിടുന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ഈ ഒറ്റ നീക്കം കൊണ്ട് നെപ്പോളിയൻ ഒറ്റയടിക്ക് ബ്രിഗേഡിയർ ജനറലായി മാറി. വെറും 24 വയസ്സില്. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ 24 വയസ്സിൽ PSC കോച്ചിങ്ങിന് പോകുമ്പോൾ പുള്ളി ഒരു രാജ്യത്തിന്റെ ജനറലായി മാറുകയാണ്. ടുലോണിലെ വിജയത്തിന് ശേഷം പുള്ളി പാരീസിലെത്തി. പക്ഷെ അവിടുത്തെ രാഷ്ട്രീയം വലിയ ചതിക്കുഴികളാണ്. കുറച്ചുനാൾ പുള്ളിക്ക് ജയിലിൽ വരെ കിടക്കേണ്ടി വന്നു. കയ്യിൽ കാശില്ലാതെ പാരീസിലെ തെരുവിലൂടെ പട്ടിണി കിടന്നു നടന്ന കാലം ഉണ്ടായിരുന്നു പുള്ളിക്ക്. പക്ഷെ വിധി വീണ്ടും വന്നു. 1795 കുറെ പേർ ചേർന്ന് ഗവൺമെന്റിനെതിരെ തിരിഞ്ഞു. ആയിരക്കണക്കിന് ആൾക്കാർ കൊട്ടാരം വളയാൻ വരികയാണ്. ഗവൺമെന്റ് പേടിച്ചു വിറച്ചു നിൽക്കുമ്പോഴാണ് അവർക്ക് നെപ്പോളിയനെ ഓർമ്മ വന്നത്. നെപ്പോളിയൻ അവിടെയും കാണിച്ചു തന്റെ മാസ്. പുള്ളി പറഞ്ഞു, എനിക്ക് കുറച്ച് പീരങ്കികൾ വേണം. ജനക്കൂട്ടത്തിന് നേരെ പീരങ്കി വെക്കാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. പക്ഷെ നെപ്പോളിയൻ പറഞ്ഞു, സമാധാനമായിട്ട് പറഞ്ഞാൽ ഇവർ കേൾക്കില്ല. അവർക്ക് കൊടുക്കേണ്ടത് വെടിയുണ്ടവരുടെ മറുപടിയാണ്. അവിടെ നടന്ന ആ വെടിവെപ്പോടെ ആ കലാപം അങ്ങ് തീർന്നു. ഗവൺമെന്റ് രക്ഷപ്പെട്ടു. നെപ്പോളിയൻ ഫ്രാൻസിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയായി മാറി. പട്ടാളക്കാരെല്ലാം പുള്ളിയെ ആരാധിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് നെപ്പോളിയന്റെ പ്രേമത്തെ കുറിച്ച് പറയാം. ഇതിനിടയിലാണ് പുള്ളി ജോസഫൈൻ ഡി ബ്യൂഹർനൈസിനെ കാണുന്നത്. പുള്ളിയേക്കാൾ പ്രായം കൂടുതലായിരുന്നു അവർക്ക്. 2 മക്കളും ഉണ്ടായിരുന്നു. പക്ഷെ നെപ്പോളിയൻ അക്ഷരാർത്ഥത്തിൽ വീണുപോയി. യുദ്ധകളത്തിൽ കാണിക്കുന്ന ആ ഗൗരവമൊന്നും ജോസഫൈന്റെ മുന്നിൽ പുള്ളിക്കില്ല. ജോസഫൈന് എഴുതുന്ന കത്തുകൾ വായിച്ചാൽ നിങ്ങൾ ഞെട്ടും. അത്രയ്ക്ക് വികാരഭരിതമായിരുന്നു ആ വരികള്. ഒടുവിൽ അവർ വിവാഹിതരായി. പക്ഷെ വിവാഹം കഴിഞ്ഞതിന് 2-ാം ദിവസം പുള്ളിക്ക് എങ്ങോട്ട് പോകേണ്ടി വന്നെന്ന് അറിയാമോ? യുദ്ധകളത്തിലേക്ക്. ഇറ്റാലിയൻ ക്യാമ്പിൽ തുടങ്ങുമായിരുന്നു അവിടെ. ഇറ്റലിയിലെ ഫ്രഞ്ച് സൈന്യം എന്ന് പറഞ്ഞാൽ ആകെ തകർന്നു നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു. ആഹാരമില്ല, യൂണിഫോം ഇല്ല, ആയുധമില്ല. അവിടത്തേക്കാണ് പുതിയ കമാൻഡറായി നെപ്പോളിയൻ ചെല്ലുന്നത്. സൈന്യത്തെ നോക്കി പുള്ളി പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ദരിദ്രരാണ്. പക്ഷെ ഞാൻ നിങ്ങളെ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നതയിലേക്ക് നയിക്കാം. ബഹുമാനവും വിജയവും ഞാൻ നിങ്ങൾക്ക് തരാം. എന്റെ കൂടെ വരാൻ നിങ്ങൾ തയ്യാറാണോ? ആ വാക്കുകളിൽ അവർ ആവേശം കണ്ടു. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നറിയാം. പക്ഷെ ഇപ്പുറത്ത് കിടക്കുന്ന ആ ഇറ്റാലിയൻ സമുദ്രങ്ങൾ നോക്കിയേ. അവിടെ സമ്പത്തുണ്ട്, ബഹുമാനമുണ്ട്. അത് പിടിച്ചെടുക്കാൻ ധൈര്യമുള്ളവർ എന്റെ കൂടെ പോന്നാൽ മതി. നമ്മുടെ നാട്ടിലേക്ക് ഒരു ഗ്യാങ്ങിനെ സെറ്റ് ആക്കുന്ന പോലെ പുള്ളി അവരെ അങ്ങ് ഉഷാറാക്കി. ആവേശത്തിന് പുള്ളി അന്ന് കൊടുത്ത ആ ഒരു ഡോസ് ഉണ്ടല്ലോ, അത് മതിയായിരുന്നു അവരെ കൊണ്ട് ലോകം ജയിപ്പിക്കാൻ. ഇനി നമുക്ക് പുള്ളിയുടെ കളിയിലേക്ക് വരാം. ഇറ്റലിയിൽ ഫ്രഞ്ച് സൈന്യത്തിനെതിരെ നിൽക്കുന്നത് ഓസ്ട്രിയൻ സൈന്യമാണ്. അവരാണെങ്കിൽ ഫ്രഞ്ചുകാരേക്കാൾ എത്രയോ ഇരട്ടി വലുതാണ്. സാധാരണ ഏതൊരാളും പേടിച്ചോടും. പക്ഷെ നെപ്പോളിയന്റെ കയ്യിൽ ഒരു സൂത്രമുണ്ടായിരുന്നു. പുള്ളി ഉപയോഗിച്ച പ്രധാന തന്ത്രം സെൻട്രൽ പൊസിഷൻ എന്നതായിരുന്നു. ഓസ്ട്രിയൻ സൈന്യം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞു നിൽക്കുമ്പോൾ നെപ്പോളിയൻ തന്റെ ചെറിയ സൈന്യത്തെ വായു വേഗത്തിൽ നീക്കും. ശത്രുക്കൾ ഒന്നിച്ചു ചേരുന്നതിന് മുമ്പ് ഓരോരുത്തരെയായി പോയി തല്ലി തോൽപ്പിക്കും. ലോഡി എന്ന പാലത്തിൽ വെച്ച് നടന്ന യുദ്ധം ഓർമ്മയുണ്ടോ? ശത്രുക്കൾ പീരങ്കി വെച്ച് ആ പാലം കാവൽ നിൽക്കുകയാണ്. ആരും പേടിച്ച് അങ്ങോട്ട് പോകില്ല. പക്ഷെ നെപ്പോളിയൻ നേരിട്ട് വാളും എടുത്ത് ആ പാലത്തിലൂടെ ഓടി. പടത്തലവൻ തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ പട്ടാളക്കാർ പിന്നിൽ നിൽക്കുമോ? അവർ ഇരച്ചു കയറി. അവിടെയാണ് പുള്ളിക്ക് ദ ലിറ്റിൽ കോർപ്പറൽ എന്ന പേര് വീണത്. പട്ടാളക്കാർക്ക് പുള്ളി ജീവനായിരുന്നു. ഓരോ യുദ്ധം ജയിക്കുമ്പോഴും പുള്ളി പുതിയ പുതിയ ഐറ്റങ്ങൾ പുറത്തെടുക്കും. രാത്രിയിൽ സൈന്യത്തെ നീക്കുക, കാട്ടുപാലങ്ങൾ വഴി മാറിപ്പോവുക, ശത്രുക്കൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് നെപ്പോളിയൻ വന്ന് അടിക്കും. ഇതായിരുന്നു പുള്ളിയുടെ സ്റ്റൈല്. ഇനി യുദ്ധകളത്തിൽ നിന്ന് നമുക്ക് നെപ്പോളിയന്റെ സ്വീകരണ മുറിയിലേക്ക് ഒന്ന് പോകാം. ജോസഫൈൻ. പുള്ളി ഇറ്റലിയിൽ യുദ്ധം ചെയ്യുമ്പോഴും ഓരോ ദിവസവും അവർക്ക് കത്തുകൾ എഴുതുമായിരുന്നു. ആ കത്തുകൾ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും, ഇത്രയും വലിയൊരു പോരാളിയാണോ ഇത് എഴുതിയതെന്ന്. എന്റെ പ്രിയപ്പെട്ട ജോസഫൈൻ, നീ ഇല്ലാതെ എനിക്ക് ഉറക്കമില്ല. നിന്റെ ചുംബനങ്ങളില്ലാതെ എന്റെ ദിവസം തുടങ്ങുന്നില്ല. ഇങ്ങനെ പോകും വരികൾ. പുള്ളി യുദ്ധം ജയിച്ച ഉടനെ കുതിരപ്പുറത്ത് ദൂതന്മാരെ വിടും അവൾക്ക് കത്തെത്തിക്കാൻ. പക്ഷെ ഇതിലൊരു ചെറിയ ട്രാജഡി ഉണ്ട് സുഹൃത്തുക്കളെ. നെപ്പോളിയൻ ഇത്രയും കട്ട പ്രണയത്തിൽ നിൽക്കുമ്പോൾ ജോസഫൈന് പാരീസിൽ വേറെ പല പണികളായിരുന്നു. അവൾക്ക് നെപ്പോളിയനോട് അത്ര വലിയ പ്രേമമൊന്നും അന്നുണ്ടായിരുന്നില്ല. പുള്ളി അയക്കുന്ന കത്തുകൾ പലതും അവർ തുറന്നു പോയി നോക്കിയില്ലായിരുന്നു. നെപ്പോളിയൻ ഇതറിഞ്ഞ് പുള്ളിയുടെ ഹൃദയം തകർന്നുപോയി. ഒരു വശത്ത് ഇറ്റലി മൊത്തം പുള്ളിയുടെ കാൽക്കീഴിൽ വരുന്നു. ലോകം പുള്ളിയെ പേടിക്കുന്നു. പക്ഷെ തന്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം മാത്രം പുള്ളിക്ക് കിട്ടിയില്ല.
അതുകൊണ്ട് പുള്ളി ഒരു തീരുമാനമെടുത്തു. പ്രണയം തോറ്റെങ്കിൽ വേണ്ട, ഇനി എനിക്ക് ജയിക്കേണ്ടത് ലോകമാണ്. ആ ദേഷ്യം പുള്ളി യുദ്ധകളത്തിൽ തീർക്കാൻ തുടങ്ങി. ഇറ്റലിയിൽ നിന്ന് പുള്ളി വെറും യുദ്ധം ജയിച്ചു വരികയല്ല ചെയ്തത്. അവിടെയുള്ള വിലപിടിപ്പുള്ള ചിത്രങ്ങളും ശില്പങ്ങളും സ്വർണവും എല്ലാം പുള്ളി ഫ്രാൻസിലേക്ക് അയച്ചു. സൈന്യത്തിന് ശമ്പളം കൊടുത്തു. പുള്ളി തന്നെ സ്വന്തമായി പത്രങ്ങൾ ഇറക്കാൻ തുടങ്ങി. അതിൽ പുള്ളിയെക്കുറിച്ച് തന്നെ വലിയ കാര്യങ്ങൾ എഴുതിച്ചു. നെപ്പോളിയൻ വരുന്നു, അദ്ദേഹം രക്ഷകനാണ് എന്നൊക്കെ. പുള്ളി വെറും ഒരു പട്ടാളക്കാരനല്ല, വരാനിരിക്കുന്ന ഭരണാധികാരിയാണെന്ന് അന്നേ പുള്ളി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഇറ്റലിയിലെ രാജാക്കന്മാരോടും ഓസ്ട്രിയൻ ചക്രവർത്തിയോടും പുള്ളി സംസാരിച്ചത് ഒരു രാജാവിനെ പോലെയാണ്. ഫ്രാൻസിലെ ഗവൺമെന്റിനോട് പോലും പുള്ളി ചോദിക്കാതെ സന്ധികൾ ഒപ്പിട്ടു. തിരിച്ചു പാരീസിലെത്തുമ്പോൾ നെപ്പോളിയൻ വെറും ഒരു ജനറലല്ല, ഫ്രാൻസിന്റെ വജ്രായുധമായിരുന്നു. ഇറ്റലിയിൽ നിന്ന് വിജയശ്രീലാളിതനായി വന്ന നെപ്പോളിയനെ കണ്ട് പാരീസിലെ ഭരണാധികാരികൾക്ക് ചെറിയൊരു പേടി തോന്നി. ഇവൻ നാളെ നമ്മുടെ കസേര തെറിപ്പിക്കുമോ എന്നവർ പേടിച്ചു. അതുകൊണ്ട് അവർ പുള്ളിയെ ദൂരേക്ക് എങ്ങോട്ടെങ്കിലും അയക്കാൻ നോക്കി. അപ്പോഴാണ് നെപ്പോളിയൻ തന്റെ അടുത്ത പ്ലാൻ ഇടുന്നത്. ഈജിപ്ത്. എന്തിനാ ഈജിപ്ത് എന്ന് ചോദിച്ചാൽ, അന്ന് ഇംഗ്ലീഷുകാർക്ക് ഇന്ത്യയിലേക്ക് പോകാനുള്ള പ്രധാന വഴിയായിരുന്നു അത്. ആ വഴി തടഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ നട്ടെല്ല് ഓടിക്കാമെന്നായിരുന്നു പുള്ളിയുടെ കണക്കുകൂട്ടൽ. പക്ഷേ പുള്ളി വെറും പട്ടാളക്കാരെ മാത്രമല്ല കൂടെ കൂട്ടിയത്, 150ഓളം ശാസ്ത്രജ്ഞന്മാരെയും ചരിത്രകാരന്മാരെയും കൂടെ കൂട്ടി. കാരണം പുള്ളിക്ക് വെറുതെ യുദ്ധം ചെയ്യാൻ മാത്രമല്ല, അവിടുത്തെ സംസ്കാരം പഠിക്കാനും താല്പര്യമുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന റൊസേറ്റ സ്റ്റോൺ ഒക്കെ നെപ്പോളിയന്റെ ആ ഒരു ട്രിപ്പിൽ കിട്ടിയ സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി ടൂർ പ്ലസ് യുദ്ധം. ഈജിപ്തിൽ ചെന്ന് മാമുലുക്കുകളുമായി ഏറ്റുമുട്ടുമ്പോൾ നെപ്പോളിയൻ തന്റെ സൈന്യത്തെ നോക്കി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. സൈനികരെ, ആ പിരമിഡുകളുടെ മുകളിൽ നിന്ന് 40 നൂറ്റാണ്ടുകൾ നിങ്ങളെ നോക്കി നിൽക്കുകയാണ്. എന്റെ പൊന്നോ, ആ ഒരു ഡയലോഗ് കേട്ടപ്പോൾ ഫ്രഞ്ച് പടയ്ക്കുണ്ടായ ആവേശം. പുള്ളി അവിടെയും പുതിയൊരു തന്ത്രമിറക്കി. ഇൻഫൻട്രി സ്ക്വയർ, അതായത് കാലാൾപ്പടയുടെ ചതുരരൂപം. കുതിരപ്പടയ്ക്ക് ഇടിച്ചു കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു വലിയ ചതുരമായി സൈന്യത്തെ അണിനിരത്തി. മാമുലുക്കുകളുടെ കുതിരപ്പട വന്നു മുട്ടി തകർന്നുപോയി. നെപ്പോളിയൻ ഈജിപ്ത് പിടിച്ചു. പക്ഷെ കളി അവിടെയും തീർന്നില്ല. കടലിൽ വെച്ച് ബ്രിട്ടീഷ് അഡ്മിറൽ നെൽസൺ വന്ന് നെപ്പോളിയന്റെ കപ്പലുകളെല്ലാം മുക്കി. പുള്ളി ഈജിപ്തിൽ കുടുങ്ങിപ്പോയി. പക്ഷെ ആ സമയത്ത് പുള്ളി അവിടെ ഭരണപരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഫ്രാൻസിൽ ഭരണമാകെ കുളമായി കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ രാത്രിയുടെ മറവിൽ ആരും അറിയാതെ ഒരു ചെറിയ കപ്പലിൽ പുള്ളി ഫ്രാൻസിലേക്ക് മുങ്ങി. ഒരു തരം സിനിമാ സ്റ്റൈൽ എസ്കേപ്പ്. ഓസ്റ്റർലിറ്റ്സ് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ ഒരേ സമയം റഷ്യൻ ചക്രവർത്തിയെയും ഓസ്ട്രിയൻ ചക്രവർത്തിയെയും പുള്ളി നിലംപരിശാക്കി. അതായിരുന്നു പുള്ളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. റഷ്യയിലെ കഠിനമായ മഞ്ഞുകാലത്ത് ലക്ഷക്കണക്കിന് പട്ടാളക്കാരെ നഷ്ടപ്പെട്ട് പരാജയം സംബന്ധിച്ച് നെപ്പോളിയനെ എൽബ എന്ന ചെറിയ ദ്വീപിലേക്ക് നാടുകടത്തി. എല്ലാവരും കരുതി തീർന്നു, നെപ്പോളിയന്റെ കഥ കഴിഞ്ഞു എന്ന്. പക്ഷെ പുലിയെ പിടിച്ച് കൂട്ടിലിട്ടാൽ പുലി വെറുതെ ഇരിക്കുമോ? ഇല്ല. 10 മാസത്തിന് ശേഷം രാത്രിയുടെ മറവിൽ പുള്ളി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഫ്രാൻസിന്റെ മണ്ണിൽ കാലുകുത്തിയ നെപ്പോളിയനെ തടയാൻ രാജാവ് പട്ടാളത്തെ അയച്ചു. ആ പട്ടാളക്കാർ പുള്ളിക്ക് നേരെ തോക്ക് ചൂണ്ടി നിന്നു. അവിടെ നെപ്പോളിയൻ കാണിച്ച ഒരു മാസുണ്ട്. പുള്ളി തന്റെ കോട്ട് തുറന്ന് നെഞ്ചു വിരിച്ച് നിന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചക്രവർത്തിയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊന്നോ, ദാ ഞാൻ നിൽക്കുന്നു. എന്റെ പൊന്നോ, ആ പട്ടാളക്കാർ തോക്ക് താഴിട്ടു. വിവേല ഫ്രാൻസ്, ഫ്രാൻസ് വാഴട്ടെ എന്ന് വിളിച്ചുകൂവി പുള്ളിയുടെ കൂടെ കൂടി. പൊരുതാതെ തന്നെ പുള്ളി ഫ്രാൻസ് കീഴടക്കി. രാജാവ് നാടുവിട്ടു ഓടി. ഇതിനെയാണ് ചരിത്രത്തിൽ 100 ദിവസങ്ങൾ എന്ന് വിളിക്കുന്നത്. പക്ഷേ യൂറോപ്പിലെ ബാക്കി രാജ്യങ്ങൾ വെറുതെ ഇരുന്നില്ല. ഇംഗ്ലണ്ടും പ്രഷ്യയും ഓസ്ട്രിയയും എല്ലാം കൂടി നെപ്പോളിയനെ എന്നേക്കുമായി തീർക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1815 ജൂൺ 18 ബെൽജിയത്തിലെ വാട്ടർലൂ എന്ന സ്ഥലത്ത് ആ മഹായുദ്ധം നടന്നു. ഒരപ്പുറത്ത് ഇംഗ്ലണ്ടിന്റെ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, ഇപ്പുറത്ത് നമ്മുടെ നെപ്പോളിയൻ. രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു. നിലം മൊത്തം ചെളിക്കണ്ടം. അതുകൊണ്ട് നെപ്പോളിയൻ തന്റെ പ്രധാന ആയുധമായ പീരങ്കികൾ കൃത്യസമയത്ത് നീക്കാൻ പറ്റിയില്ല. വെല്ലിംഗ്ടൺ വളരെ ബുദ്ധിമാനായിരുന്നു. പുള്ളി തന്റെ സൈന്യത്തെ ഒരു കുന്നിന്റെ മറവിൽ നിർത്തി. നെപ്പോളിയന്റെ സൈന്യം ഇരച്ചു കയറുമ്പോൾ മുകളിൽ നിന്ന് വെടിവെച്ചു. നെപ്പോളിയൻ തന്റെ വിശ്വസ്തരായ ഇംപീരിയൽ ഗാർഡിനെ അവസാന അടവായി ഇറക്കി. അവർ ഇതുവരെ ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ലാത്തവരാണ്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, റഷ്യൻ സൈന്യം അപ്രതീക്ഷിതമായി വശങ്ങളിലൂടെ വന്ന് ഫ്രഞ്ച് പടയെ വളഞ്ഞു. വെടിക്കെട്ടും പുകയും കൊണ്ട് ആ പ്രദേശം ഇരുണ്ടുപോയി. ആ ചരിത്ര യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടു. ലോകം കീഴടക്കിയ ആ മനുഷ്യന്റെ ജൈത്രയാത്ര അവിടെ അവസാനിച്ചു.
യുദ്ധം തോറ്റ നെപ്പോളിയനെ ഈ തവണ ഇംഗ്ലീഷുകാർ അങ്ങ് ദൂരെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സെന്റ് ഹെലീന എന്ന വിജനമായ ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ പുള്ളിക്ക് കൂട്ടിന് കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇരുന്ന് പുള്ളി തന്റെ പഴയ കാലം ഓർക്കുകയായിരുന്നു. ആ കാലത്ത് പുള്ളി അറിഞ്ഞു തന്റെ പ്രിയപ്പെട്ട ജോസഫൈൻ മരിച്ചുപോയി എന്ന്. പുള്ളിക്ക് ജോസഫൈനെ കാണാൻ പറ്റിയില്ല. പുള്ളി പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആകെ സ്നേഹിച്ചതും എന്നെ സ്നേഹിച്ചതും അവൾ മാത്രമാണ് എന്ന്. ലോകം മൊത്തം ജയിച്ചിട്ടും തന്റെ പ്രണയിനിയെ ഒന്ന് കാണാൻ പോലും പറ്റാത്ത ആ അവസ്ഥ, അതൊരു വലിയ നൊമ്പരമായിരുന്നു. ആ ദ്വീപിൽ ഇരുന്ന് പുള്ളി തന്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതി. അവിടെയും പുള്ളി ഒരു തടവുകാരനെ പോലെയല്ല, ഒരു ചക്രവർത്തിയെ പോലെയാണ് പെരുമാറിയത്. 1821 മെയ് 5 51 വയസ്സിൽ ആ ഇതിഹാസം വിടവാങ്ങി. വയറ്റിലെ ക്യാൻസർ ആണെന്നാണ് പറയുന്നതെങ്കിലും ഇംഗ്ലീഷുകാർ പുള്ളിക്ക് വിഷം കൊടുത്തു കൊന്നതാണെന്നും ചിലർ പറയുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് പുള്ളി പറഞ്ഞ അവസാന വാക്കുകൾ ഇതായിരുന്നു: ഫ്രാൻസ്, സൈന്യം, ജോസഫൈൻ. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച 3 കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ആ ചെറിയ മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങി. വർഷങ്ങൾക്ക് ശേഷം പുള്ളിയുടെ മൃതദേഹം ഫ്രാൻസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് പാരീസിലെ ലെസ് ഇൻവാലിഡസിൽ പുള്ളി അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീരനായകനെ കാണാൻ അവിടെ ചെല്ലുന്നത്. നെപ്പോളിയൻ ബോണോപ്പാർട്ടിന്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ചരിത്രത്തിലെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ശരി എന്നാ.